കോഴിക്കോട് പാളയത്തെ തീപിടുത്തത്തിൽ അന്വേഷണം. ജില്ലാ ഫയർ ഓഫീസർ ഇന്ന് പ്രാഥമിക റിപ്പോർട്ട് കൈമാറും. തീ ആദ്യം പടർന്നത് എവിടെയെന്ന് കണ്ടെത്താൻ CCTV പരിശോധിക്കും. സംസ്ഥാനത്തെ ബാറുകളുടെ സമയക്രമത്തിൽ മാറ്റം. ഇന്നു മുതൽ രാവിലെ 10 മുതൽ രാത്രി 12 വരെ തുറന്നിരിക്കും. ടൂറിസം മേഖലകളിലെ 5 സ്റ്റാർ ബാർ ഹോട്ടലുകൾക്ക് പുലർച്ചെ 3 വരെ പ്രവർത്തിക്കാം. പ്രവർത്തന സമയം വർദ്ധിപ്പിച്ച വിജ്ഞാപനമിറങ്ങിയത് ഇന്നലെ. പ്രതിഷേധത്തിന് സാധ്യത. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ഇന്ന് നിർണായകം. കട്ടിളപ്പാളി ദ്വാരപാലക കേസുകളിലെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും. തട്ടിപ്പിൽ പങ്കില്ലെന്നും ആചാരകാര്യങ്ങളിൽ മാത്രമാണ് ഇടപെട്ടതെന്നും തന്ത്രി. ഒന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ചോദ്യം ചെയ്യൽ ഇന്ന് അവസാനിക്കും. രാഹുൽ സഹകരിക്കുന്നില്ലെന്ന് അന്വേഷണ സംഘം. രണ്ടാം ബലാത്സംഗ കേസിലെ നടപടി ത്വരിതപ്പെടുത്താനും നീക്കം. രാഹുൽ ഈശ്വറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും. വിഴിഞ്ഞത്ത് ഹോട്ടലിലെ ഭക്ഷണ സാമ്പിൾ പരിശോധനാ ഫലം ഇന്ന്. 2 പേരുടെ മരണത്തിൽ ഭക്ഷ്യവിഷബാധ സ്ഥിരീകരിക്കാതെ ആരോഗ്യവകുപ്പ്. പരാതി ഉയർന്ന ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച 2 പേർ കൂടി ആശുപത്രിയിൽ. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവത്തിനിടെ ആദിവാസി കുഞ്ഞു മരിച്ചത് ചികിത്സാ പിഴവെന്ന ആരോപണം. പ്രതിഷേധവുമായി നാട്ടുകാരും ബന്ധുക്കളും. യുദ്ധസാഹചര്യം നിലനിൽക്കെ വീണ്ടും ഇറാന്റെ പ്രകോപനം. സൈനികാഭ്യാസത്തിനിടെ ഹോർമൂസ് കടലിടുക്കിൽ അപ്രതീക്ഷിത മിസൈൽ വർഷം. നടപടി ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയെന്ന് സൂചന.